ഇതിനു മുൻപും പല സംഭവങ്ങൾ കോളേജിൽ നടന്നിട്ടുണ്ടെന്നും ഈ ഡോക്ടർ റാം നിതിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നും നേരത്തെ ബന്ധുവായ ഭുവനേശ്വരും മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കോളേജിലെ പ്രിൻസിപ്പലിന് പോലും റാമിനെ ഭയമാണെന്നും നിതിൻ ഇതെല്ലാം സഹോദരിയോട് പറഞ്ഞിട്ടുണ്ടെന്നും ഭുവനേശ്വരൻ പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് പിള്ളേരോട് നമ്മൾ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വല്ലതും അറിയാമോ? ഇത് ഇന്ന് നിതിന് സംഭവിച്ചെങ്കിൽ നാളെ നിങ്ങൾക്കാണ് സംഭവിക്കുന്നത്. ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം ഇതിന് മുമ്പ് പല സംഭവങ്ങളും ഈ കോളേജിൽ നടന്നിട്ടും ഇയാളെ ഈ റാമെന്ന് പറയുന്ന അയാളെ അവിടുത്തെ പ്രിൻസിപ്പാളിന് പോലും ഒരു ഭയമാണ്. അയാളാണ് ഇവൻ്റെ മരണത്തിന് മെയിൻ കാരണക്കാരൻ. അയാൾ പറഞ്ഞ്, നീ കറുത്ത പട്ടിയാണടാ, നിനക്ക് ഇവിടെ ഈ പാവപ്പെട്ടവനായ നിനക്ക് MBBS പഠിക്കാൻ എന്ത് യോഗ്യതയുണ്ട്? അപ്പോൾ നീ എൻ്റെ കൂടെ മുരണ്ടി കഴിഞ്ഞാൽ നിൻ്റെ കൈയും കാലും ഞാൻ വെട്ടും, പിന്നെ നിൻ്റെ ബോഡിയാണ് ആയിരിക്കും ഇവിടെ നിന്ന് കൊണ്ടുപോകണത് എന്ന് അയാൾ പറഞ്ഞതായിട്ട് ഇവൻ്റെ സഹോദരിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായ എവിഡൻസ് ഞങ്ങളിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ മാർച്ച് 13-14 തീയതികളിൽ ഈ നിതിൻ രാജ് അവൻ്റെ ഫോണിൽ നിന്ന് അവൻ്റെ സഹോദരി നികിതയുടെ ഫോണിൽ വിളിച്ചു പറഞ്ഞ ഭാഗങ്ങളെല്ലാം നമ്മളിപ്പോൾ സൈബർ സെല്ലിൽ കൊടുക്കാൻ വേണ്ടി ഉണ്ട്. അവിടെ നടന്ന സംഭവങ്ങളും സംഭവവികാസങ്ങളും സാഹചര്യങ്ങളൊക്കെ അടുത്ത് നോക്കുമ്പോൾ ഒരു സംശയത്തിൻ്റെ ഈ ആത്മഹത്യ അല്ല എന്നൊരു സംശയം ഇപ്പം മനസ്സിൽ തോന്നുന്നത്. വിവരങ്ങളുമായി നിതിൻ്റെ വീട്ടിൽ നിന്ന് നിതിൻ, ഇന്നലെ സംസ്കാര ചടങ്ങുകളൊക്കെ ഹരി കഴിഞ്ഞു. ഇന്നലെ വൈകിട്ടോടെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു വിവരം വരുന്നത്. അതായത് ഒരു ലോൺ ആപ്പിൽ നിന്ന് പൈസ എടുത്തതുമായി ബന്ധപ്പെട്ട് നിതിൻ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന്. അതായത് ഈ 2 അധ്യാപകർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ മരണത്തിനിടയാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദമാണെന്നൊരു സൂചനയിലേക്കാണ് ഇന്നലെ പോലീസ് വിരൽ ചൂണ്ടിയത്. പക്ഷേ ഈ കുടുംബം അത് മുഴുവൻ നിഷേധിക്കുകയാണ്. ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് അവിടെ നിന്ന് നേരിട്ട മാനസിക പീഡനങ്ങൾ തന്നെയാണ് ഇങ്ങനെയൊരു ആത്മഹത്യയിലേക്ക്, നിതിൻ്റെ മരണത്തിലേക്ക് വഴിവെച്ചത് എന്ന് ഉറപ്പിക്കുകയാണ് കുടുംബം. ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് വളരെ വിഷമകരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ വീട്ടിൽ കയറിയ അച്ഛനോട് സംസാരിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ആ രീതിയിലായിരുന്നു. അതായത് ഈ മാനസികമായി വലിയ പീഡനം നിതിൻ അനുഭവിച്ചു എന്നുള്ളത് വീട്ടുകാർക്ക് ഉറപ്പാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ നമ്മോട് പറയുകയും ചെയ്തു. ഇന്നും അത് ആവർത്തിക്കുന്നുണ്ട്. പിന്നെ പോലീസ് ഇന്നലെ പറഞ്ഞ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പോലീസിന്റെ കണ്ടെത്തലുകളിൽ ഒന്നാണത്. അതായത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് ഈ നിതിൻ ലോൺ എടുത്തിരുന്നു, 14,000 രൂപ ലോൺ എടുത്തിരുന്നു. അത് വീട്ടുകാർക്കറിയാം, അത് അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലീസിന്റെ സംശയം അതിലെന്തെങ്കിലും മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് സംശയിക്കുന്നു, അത് അന്വേഷിക്കുന്നുമുണ്ട്. പിന്നെ കോളേജിലുണ്ടായ റാഗിങ്ങുമായി ബന്ധപ്പെട്ട കാര്യവും, ഒപ്പം തന്നെ നിതിൻ അനുഭവിച്ച അധിക്ഷേപങ്ങൾ, അധ്യാപകരിൽ നിന്നുണ്ടായ മാനസിക പീഡനങ്ങൾ, ഇത് സംബന്ധിച്ച കാര്യങ്ങളും അന്വേഷണ സംഘം അന്വേഷിക്കും. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത്, കണ്ണൂരിൽ നിന്നുള്ള ആ പ്രത്യേക സംഘം, 7-അംഗ സംഘം തിരുവനന്തപുരത്തെത്തും. നിതിന്റെ വീട്ടിലെത്തി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരോട് ചോദിച്ചറിയും. പക്ഷേ നിതിന്റെ കുടുംബം, അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെയുള്ള കുടുംബം, അവർ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. നിതിൻ കടുത്ത മാനസിക വിഷമം അനുഭവപ്പെട്ടിരുന്നു. എന്തുകൊണ്ട് നിതിൻ ആത്മഹത്യ ചെയ്തു, നിതിന് മരണത്തിനിടയാക്കിയ കാരണം എന്താണ് എന്നറിയണം എന്നുള്ളതാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ സമ്മതിക്കുന്നുണ്ടെങ്കിലും അതൊരു കാരണമായി അവർ വിശ്വസിക്കുന്നില്ല. പക്ഷേ കോളേജിൽ നിതിൻ അനുഭവിച്ച മാനസിക പീഡനങ്ങൾ ഈ മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകാം. റാം എന്ന അധ്യാപകൻ, സംഗീത എന്ന അധ്യാപക, അവർക്കെതിരെ ഇപ്പോൾ പ്രാഥമികമായ നടപടികൾ ഉണ്ടായെങ്കിലും കൂടുതൽ പേർക്ക് ഇതിൽ കാര്യങ്ങൾ അറിയാം. പക്ഷെ ആരും പേടികൊണ്ട് പുറത്തു പറയാത്തത് ആണ് എന്നുള്ള കാര്യങ്ങൾ കൂടി കുടുംബം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നിതിൻ രാജിൻ്റെ മരണത്തിൽ കുടുംബം അവരുടെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് ഈ മരണത്തിലേക്ക് വഴിവെച്ചത് നിതിൻ ആ കോളേജിൽ, ക്യാമ്പസിൽ നേരിട്ട കടുത്ത മാനസിക സമ്മർദ്ദമാണ്, കടുത്ത മാനസിക പീഡനമാണ്. അത് ഈ റാം എന്ന് പറയുന്ന അധ്യാപകൻ മുൻപും പലരെയും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് കഴിഞ്ഞ വർഷം 2 മാസത്തോളം ഈ അധ്യാപകൻ സസ്പെൻഷനിലായിരുന്നു. പക്ഷേ എന്നിട്ടും അങ്ങനെ ഒരു അധ്യാപകൻ എങ്ങനെയാണ് അവിടെ ആ
സ്ഥാപനത്തിൽ തുടർന്നത് എന്നതാണ് അറിയുന്നത്. 2ാം വർഷ വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ട് 1ാം വർഷ വിദ്യാർത്ഥികൾ പരാതി നൽകി, 3ാം വർഷ വിദ്യാർത്ഥികൾ പരാതി നൽകി. അങ്ങനെ ഇവരുടെയൊക്കെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം 2 മാസത്തോളം ഈ അധ്യാപകൻ സസ്പെൻഷനിലായിരുന്നത്. ഈ അധ്യാപകൻ എങ്ങനെയാണ് വിദ്യാർത്ഥികളോട് പെരുമാറുന്നത് എന്നതിനെക്കുറിച്ച് ഇന്നലെ ഈ ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി തന്നെ നേരിട്ട് എന്നോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവരൊക്കെ പറയുന്നതനുസരിച്ച് വളരെ മോശമായ രീതിയിൽ, ഒരു സ്വന്തം വിദ്യാർത്ഥികളാണെന്ന രീതിയിൽ ഒന്നുമല്ല ഈ അധ്യാപകൻ പെരുമാറുന്നത്. ഒരു മുൻപിലിരിക്കുന്നത് മനുഷ്യജീവികളാണെന്ന് പോലും പരിഗണിക്കാത്ത തരത്തിൽ വളരെ മോശമായി പെരുമാറുന്ന ഒരു അധ്യാപകനാണ്. ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് ഈ കണ്ണൂരിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നത് ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ആ സംഘം ഇന്നിപ്പോൾ ഇവിടെ നിതിൻ്റെ വീട്ടിലെത്തി അന്വേഷണം നടത്തുമെന്നാണ്